നമസ്കാരം. കുട്ടികളുടെ വാർത്തകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജ്ഞാനവും വിനോദവും നിറഞ്ഞ കുറെ വിശേഷങ്ങളുമായി കുട്ടികളുടെ വാർത്ത. ആദ്യം പ്രധാന വാർത്തകൾ കാണാം. വിക്രം സാരാഭായ് സ്പേസ് ഗാലറി. മനമുത്തശ്ശിയെ ആദരിച്ച കുട്ടികൾ. ഷിജിന് തണലായി ഗാന്ധി ഭവൻ. ഡിസൈനിങ് മികവുമായി സാഗർ. പഠനത്തോടൊപ്പം നെൽകൃഷിയുടെ പാഠങ്ങളും അഭ്യസിക്കുകയാണ് വയനാട്ടിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ. മീനങ്ങാടി ഗവൺമെന്റ് സ്കൂളിലെ 100ഓളം വിദ്യാർത്ഥികളാണ് ഒരേക്കർ പാടത്ത് വിത്തിറക്കിയത്. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്താടക്കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്താടക്കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. വയനാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷിയെ തിരിച്ചു കൊണ്ടുവരാൻ തങ്ങൾക്കാകും വിധം വിയർപ്പൊഴുക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ ഒരേക്കർ നെൽപ്പാടത്താണ് കുട്ടികൾ കൃഷി ചെയ്യുന്നത്. ആൺകുട്ടികൾ നിലമുഴുത് പാകപ്പെടുത്തിയപ്പോൾ പെൺകുട്ടികൾ ഞാറുതട്ട് മുന്നേറി. എല്ലാവരും കുറേ പഠിച്ച് MBA ഒക്കെ പഠിച്ച് വലിയ ജോലിക്കാരാവാനാണ് എല്ലാവർക്കും ഇഷ്ടം. വളർന്നു വരുന്ന ജനറേഷൻ ഒരു മാതൃകയാവുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങളുടെ. പുസ്തകത്താളുകളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾക്കപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ട് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ ജൈവ നെൽകൃഷി ചെയ്യുന്നത്. അധ്യാപകരുടെ സഹായത്തോടെ വിളവെടുപ്പ് വരെ ഓരോ ഘട്ടവും പരിപാലിച്ച് 100 മേനി കൊയ്ത് സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് നൽകാനാണ് കുട്ടികൾ ലക്ഷ്യമിടുന്നത്. കുട്ടികളുടെ വാർത്ത ജയ് ന്യൂസ്. സയൻസ് വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യയുടെ അമൂല്യമായ കലവറ തുറന്ന് ഒരു സ്പേസ് ഗാലറി. വിക്രം സാരാഭായ് സ്പേസ് ഗാലറിയിലൂടെ പ്രപഞ്ച രഹസ്യങ്ങൾ ഇനി അറിയാനാകും. ശാസ്ത്ര സാങ്കേതിക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യയുടെ അമൂല്യമായ കലവറയാണ് ഈ സ്പേസ് ഗാലറി. വിക്രം സാരാഭായ് സ്പേസ് ഗാലറിയിലൂടെ പ്രപഞ്ച രഹസ്യങ്ങൾ ഇനി അറിയാനാകും. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ VS വീരരാഘവനാണ് സ്പേസ് ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. Water is composed of 2 gases, oxygen and hydrogen. Oxygen is pure gene and hydrogen is gene with water. Next question is, what is inspiration and what is expiration? The boy answers, when you desire, when you do not do, you expire. വിദ്യാർത്ഥികൾക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നുവരാമെന്നതാണ് കൊച്ചിയിലെ ഈ സ്പേസ് ഗാലറിയുടെ പ്രത്യേകത. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കിയ വിക്രം സാരാഭായ്, അബ്ദുൽ കലാം, ഇന്ദിരാഗാന്ധി തുടങ്ങി നിരവധി പേരുടെ ചിത്രങ്ങൾ ഇവിടെ കാണാനാകും. റോക്കറ്റ് സൈക്കിളിൽ കെട്ടിവെച്ച് യാത്ര ചെയ്യുന്ന വിക്രം സാരാഭായിയുടെ ചിത്രം ബഹിരാകാശ രംഗത്തെ ഇന്ത്യൻ വളർച്ച കാണിക്കുന്നു. PSLV, GSLV, ASLV തുടങ്ങിയ റോക്കറ്റുകളുടെ മാതൃകയും ആകാശഗോളങ്ങളും ഇവിടെ കാണാം.
അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ തന്നെ മികച്ച സ്പേസ് ഗാലറിയായി ഇവിടം മാറുമെന്ന് വിദഗ്ധർ പറയുന്നു. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. 12 വയസ്സിനിടെ 100-ലധികം പുസ്തകങ്ങൾക്ക് കവർ പേജ് ഡിസൈൻ ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് സാഗർ. തിരുവനന്തപുരം സ്വദേശിയാണ് ഈ കൊച്ചുമിടുകൻ. അച്ഛൻ ലാൽ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള മൈത്രി ബുക്സിലാണ് സാഗറിന്റെ കലാസൃഷ്ടികൾ പിറവിയെടുക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് സമയം വെറുതെ കളയാൻ സാഗറിനെ കിട്ടില്ല. 12 വയസ്സിനകം തന്നെ കമ്പ്യൂട്ടറിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ഈ കൊച്ചുമിടുക്കൻ. പ്രമുഖ സാഹിത്യകാരന്മാരുടേതടക്കം 100-ലധികം പുസ്തകങ്ങൾക്ക് ഇതിനകം പുറം പേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സാഗർ. അതും ഈ മേഖലയിൽ പരിചയസമ്പത്തുള്ളവരെ പോലും വെല്ലുന്ന വിധത്തിൽ. കെ ജയകുമാർ, കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങിയവരുടെ പുസ്തകങ്ങൾക്ക് ചട്ടക്കൂട് തയ്യാറാക്കാനുള്ള ഭാഗ്യവും സാഗറിനുണ്ടായി. മലയാളത്തിലും ഇംഗ്ലീഷിലും യാതൊരു പിഴവും കൂടാതെ ടൈപ്പ് ചെയ്യാനും സാഗറിന് കഴിയും. കീബോർഡോ മോണിറ്ററോ നോക്കാതെയാണ് ടൈപ്പിംഗ്. ഇതൊന്നും സാഗറിനെ ആരും പഠിപ്പിച്ചതല്ല, സ്വയം പഠിച്ചെടുത്തതാണ് എന്നറിയുമ്പോഴാണ് അതിശയം തോന്നുക. തനിയെ പഠിച്ചതാണ്. ഒരു കീകൾ അടിച്ച് ഏത് അക്ഷരമാണെന്ന് എഴുതി വെച്ച്, പിന്നെ ചില സംശയങ്ങൾ ആരെങ്കിലും വിളിച്ച് വെച്ച് പഠിച്ചു. അത് കൈകൾ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ എപ്പോഴും അടിച്ചടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട്. ഇല്ല, 1 മണിക്കൂറിൽ 10 പേജാണ്. ഗാന്ധി ഭവന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിറ്റ്സ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. പിന്നെ സിന്ദൂരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അവാർഡ്. പിന്നെ അങ്ങനെ അച്ഛന്റെ ബുക്ക് സെന്ററാണ് സാഗറിന്റെ തൊഴിലിടം. ഇപ്പോൾ തിരുവനന്തപുരം SMV സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാഗർ. കുട്ടികളുടെ വാർത്തയുടെ ആശംസകൾ സാഗറിനൊപ്പം. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. മാതാപിതാക്കൾ ഉപേക്ഷിച്ച് ഷിജിനെ ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. ബുദ്ധിമാന്ദ്യവും ശാരീരിക വൈകല്യവുമുള്ള ഷിജിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച കുട്ടികളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. മാതാപിതാക്കൾ ഉപേക്ഷിച്ച ബുദ്ധിമാന്ദ്യവും ശാരീരിക വൈകല്യവുമുള്ള കുട്ടിയെ ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. തിരുവല്ല കാവും ഭാഗം വലിയ പറമ്പിൽ ഷിജിൻ എന്ന 10 വയസ്സുകാരനെ കുറിച്ചുള്ള വാർത്ത കണ്ട സാമൂഹ്യ പ്രവർത്തക മഞ്ജു വിനോദിന്റെയും തിരുവല്ല BRC അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഷിജിനെ സന്ദർശിക്കുകയും ഗാന്ധി ഭവനിൽ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടിയെ ഗാന്ധി ഭവൻ അധികൃതർ ഏറ്റെടുക്കുകയായിരുന്നു. ജയ്ഹിന്ദ് TV-യിൽ വന്ന ഈ കുട്ടിയെ പറ്റിയുള്ള വാർത്ത കാണാനിടയായി. അതിനുശേഷം തിരുവല്ല BRC-യിലെ അധ്യാപകർ എന്നെ വിളിച്ച് ഈ കുട്ടിയെ പറ്റി പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ ഈ വീട്ടിലേക്ക് അധ്യാപകരെ കൂട്ടി വരികയും ഈ കുട്ടിയെ കാണാനിടയായി. ഉടൻ തന്നെ ഞാൻ പത്തനാപുരം ഗാന്ധി ഭവനുമായി നേരിട്ട് ബന്ധപ്പെടുകയും അവർക്ക് ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ താല്പര്യമാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഞാൻ ഗാന്ധി ഭവന് വേണ്ടി പ്രവർത്തിക്കുന്ന അവിടുത്തെ ഒരു പ്രവർത്തക കൂടിയാണ്. അങ്ങനെ ഗാന്ധി ഭവൻ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായി.
ഗാന്ധിഭവൻ അധികൃതരായ പ്രസന്ന രാജൻ, രാജേഷ് തിരുവല്ല എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷിജിനെ ഏറ്റെടുത്തത്. ജയ്ഹിന്ദ് TV-യിലെ ഒരു വാർത്ത കണ്ടിട്ട് ഇങ്ങനൊരു കുട്ടിയുടെ അവസ്ഥയെ കണ്ട് ഞങ്ങൾ 700-ലധികം ആളുകൾ വസിക്കുന്നതാണ് ഗാന്ധിഭവന്. ഈ കുട്ടിയെ കൊണ്ടുപോയി അതിനെ സംരക്ഷിക്കാനും ശുശ്രൂഷ കൊടുക്കാനും ഞങ്ങൾ താല്പര്യപ്പെട്ടു വന്നതാണ്. ഷിജിനെ മികച്ച പരിചരണത്തിലൂടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഗാന്ധിഭവൻ മെഡിക്കൽ ടീം പറഞ്ഞു. ഗാന്ധിഭവനിൽ ഈശ്വരൻ തനിക്കായി ഒരുക്കിയ കൂട്ടുകാർക്കൊപ്പം ഏറെ സന്തോഷത്തിലാണ് ഷിജിൻ ഇപ്പോൾ. കുട്ടികളുടെ വാർത്ത, ജയ്ഹിന്ദ് ന്യൂസ്. ഒരിടവേള.